നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഏപ്രിൽ മാസത്തെ അനിഴം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസത്തെ അനുകൂലമായിരിക്കുന്ന ഗുണഫലം പറയാനായിട്ട് സാധിക്കാത്ത ഒരു മാസമാണ്. കാരണം അഷ്ടമത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത്. 5ാം ഭാവത്തിൽ ആദിത്യനും ചൊവ്വയും ശനിയും കൂടിയാണ്. അപ്പോൾ പരസ്പര ശത്രുക്കളായിരിക്കുന്ന ഗ്രഹങ്ങൾ ഒരുമിച്ച് യോഗം ചെയ്തിട്ട് അഷ്ടമാധിപതിയോട് ചേർന്ന് 5ൽ നിൽക്കുന്നത് കൊണ്ട് മാനസികമായ കണ്ടമാനം ടെൻഷനും പിരിമുറുക്കവും അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. മാത്രമല്ല ലഗ്നാല് 6ാം ഭാവത്തിലാണ് നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളും സാധിക്കാതെ ഇരിക്കുക, തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ സംഭവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. 4ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് വീട് വിട്ട് നിൽക്കാൻ ഇടവരിക, വീട്ടിൽ നിൽക്കുമ്പോൾ മനസ്സമാധാനക്കുറവുണ്ടാകുക, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വർദ്ധിക്കുക, അതേപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കാലിൻ്റെ മുട്ടിന് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പം ഇങ്ങനെയുള്ള രീതിയിലുള്ള രോഗാവസ്ഥയും മാനസിക ടെൻഷനും അനുഭവിക്കാൻ യോഗമുണ്ട്. എന്നാൽ മാളവ്യയോഗം വരാൻ പോവുകയാണ്. അപ്പോൾ ഏപ്രിൽ 19 തീയതി ആകുമ്പോൾ മാളവ്യയോഗത്തെ ചെയ്തുകൊണ്ട് നിവർത്തി സ്ഥാനാധിപതി നിവർത്തി സ്ഥാനത്ത് വരും. ആ സമയത്തിന് ശേഷം ഇങ്ങോട്ട് മനസ്സിലാഗ്രഹിക്കുന്ന ഭൗതികമായിരിക്കുന്ന സുഖങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാലും ദൈവാധീനക്കുറവുള്ളത് കാരണം കൊണ്ട് മനസമാധാനം എന്ന് പറയുന്നൊരവസ്ഥ കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ മാസാവസാനത്തോടു കൂടി നീചഭംഗ ചക്രവർത്തി യോഗം ചെയ്തിട്ട് ലഗ്ന കേന്ദ്രത്തിൽ ശുക്രൻ വന്നു കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കൊക്കെ കുറേശ്ശെ യോഗമുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് പടിപടിയായിട്ടുള്ള ഗ്രോത്തിലൂടെ അടുത്ത മാസവുമായിട്ടൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാകുമെങ്കിലും ഈ മാസം വളരെ ശ്രദ്ധിച്ച് പിടിച്ച് ചെലവഴിച്ചു പോകണം. ആർഭാടങ്ങൾക്ക് പുറകെ പോയി ഉള്ള സാമ്പത്തികമായിരിക്കുന്ന നഷ്ടങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് പിന്നീട് വരുന്ന ഗ്രോത്തിന് വലിയൊരു തടസ്സമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ഒരു സമയമാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം. കാരണം ശനിയും ചൊവ്വയും സൂര്യനും കൂടി ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ അത് കേസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ കേസ് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടോ മൂന്നാമതൊരാളുടെ നേതൃത്വത്തിൽ പറഞ്ഞു തീർക്കേണ്ട രീതിയിലുള്ള വിഷയങ്ങളും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം അഷ്ടമാധിപതിയായിട്ടാണ് ബുധൻ നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ലഗ്നാധിപതി നിൽക്കുന്നത് അഗ്നിമാരത യോഗം ചെയ്തിട്ടായത് കാരണം കൊണ്ട് തന്നെ അവനവന് ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക, നല്ല പരിഹാരങ്ങൾ ചെയ്യണം. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന, സുദർശന പുഷ്പാഞ്ജലി, ഭദ്രകാളി ക്ഷേത്രത്തിലും ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, നാഗപൂജ, ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഗണപതി ഹോമം ചെയ്യുക, ശംഖാഭിഷേകം ചെയ്യുക, അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. കോൺഫിഡൻസ് നഷ്ടപ്പെടാത്ത രീതിയിൽ മുന്നോട്ട് പോയാൽ വലിയ തടസ്സങ്ങളില്ലാതെ അനുകൂലമായിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാൻ ഈ മാസത്തിൽ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.